കെ ബി ശ്യാമപ്രസാദ് ചേരുകയാണ്. ശ്യാമപ്രസാദ്, നിയമസഭയിൽ പുതുചരിത്രം 16ാമത് നിയമസഭാ സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നതിന് മറ്റു വിവരങ്ങൾ കൂടി. സുരേഷ്, പുതിയ തുടക്കം, പുതുമുഖങ്ങൾ, ഇങ്ങനെ 16ാമത് കേരള നിയമസഭയുടെ ആദ്യ ദിനത്തിൽ തന്നെ 3.5 മണിക്കൂർ നീണ്ടുനിന്ന സത്യപ്രതിജ്ഞ ആ 12:30 രാവിലെ 9 മണിക്ക് തുടങ്ങി 12:30 തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയാക്കുന്നു. തുടക്കത്തിൽ തന്നെ പ്രോട്ടേം സ്പീക്കർ എത്തി മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും അടക്കം ആദരണീയനായ മുഖ്യമന്ത്രി ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനുമെല്ലാം തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു പ്രോട്ടേം സ്പീക്കർ കൂടിയായ ജി സുധാകരൻ തുടങ്ങിയത്. പിന്നീട് ശേഷം വി അബ്ദുൽ ഗഫൂറിലൂടെ തന്നെ അക്ഷരമാലാക്രമത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ സേവ്യർ ചിറ്റിലപ്പള്ളിയിലൂടെയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയാകുകയും ചെയ്തത്. എന്തായാലും UDF-നോട് തെറ്റിപ്പിരിഞ്ഞ വി കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനും അടക്കമുള്ളവർ സഹഗൗരവത്തിൽ തന്നെയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ മറ്റു വേറിട്ട കാഴ്ചകളും നിന്നിരുന്നു. പ്രധാനമായും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ടി കെ ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും അടക്കം പിണറായി വിജയനെ ഇത്തരത്തിൽ കൈകൊടുത്തും അഭിസംബോധന ചെയ്തുമെല്ലാം തന്നെയായിരുന്നു പിണറായി വിജയന്റെ സമീപത്തേക്ക് എത്തുന്നൊരു കാഴ്ചയുമുണ്ടായിരുന്നു. ഒപ്പം തന്നെ പ്രോട്ടേം സ്പീക്കറായ ജി സുധാകരന്റെ സമീപത്തേക്ക് കൂടി മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയായ ജി സുധാകരനെത്തി കൈകൊടുക്കുകയും തമ്മിൽ സംസാരിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ 3.5 മണിക്കൂർ നീണ്ടുനിന്ന ഈയൊരു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പല വേറിട്ട രാഷ്ട്രീയ കേരളം കണ്ട പല വേറിട്ട കൗതുക കാഴ്ചകളുമെല്ലാം തന്നെ കാണാൻ ഇടയാകുകയും ചെയ്തു. ഒപ്പം തന്നെ പ്രധാനമായും രാവിലെയോടുകൂടി തുടങ്ങിയ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കന്നഡ, തമിഴ് ഭാഷകളിലടക്കം തന്നെ ഇന്ന് വേറിട്ട് നിന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് കൂടിയുണ്ടായിരുന്നു. ദേവികുളം MLA കൂടിയായ F. രാജ തമിഴിലും ഒപ്പം തന്നെ മഞ്ചേശ്വരം MLA ആയ KM അഷ്റഫ് കന്നഡ ഭാഷയിലുമായിരുന്നു ഇത്തരത്തിൽ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിയത്. KN ബാലഗോപാലും VT ബൽറാമും അടക്കം സഹഗൗരവത്തിലും സത്യപ്രതിജ്ഞ ചൊല്ലി. ഒപ്പം തന്നെ BJP MLA-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നിരുന്നു. 33ാമത് ചാത്തന്നൂർ MLA ഗോപകുമാർ 33ാമത് സത്യപ്രതിജ്ഞാ വാചകങ്ങൾ ചൊല്ലി. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ശാലിനി നമ്മളോട് വിശദീകരിക്കുന്നതാണ്. ശാലിനി, എത്രാമതായിരുന്നു BJP അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ? ഒപ്പം തന്നെ എങ്ങനെയായിരുന്നു ആ സഭയിലേക്ക്, ഏത് ഭാഷയിലായിരുന്നു, എങ്ങനെയായിരുന്നു സത്യപ്രതിജ്ഞാ വാചകങ്ങൾ പൂർത്തിയാക്കിയത്? എന്തായാലും കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു ചരിത്ര ദിവസമാണ് ഇന്ന് BJP സംബന്ധിച്ചിടത്തോളം. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 3 MLA-മാർ 30 പേരുടെ പവറിലുള്ള 3 MLA-മാരാണ് ഇന്ന് നിയമസഭയിലേക്ക് BJP-യുടെ അക്കൗണ്ടിലൂടെ എത്തിയിട്ടുള്ളത്. ആ എത്തിയ 3 MLA-മാരും മലയാളത്തിൽ ദൈവനാമത്തിലാണ് സത്യവാചകം ചൊല്ലിയത്. ആദ്യമായി സത്യപ്രതിജ്ഞ ചൊല്ലിയത് വി മുരളീധരനാണ്. കഴക്കൂട്ടത്തെ NDA സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ ഇപ്പോഴത്തെ MLA-യുമായിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിരുന്ന വി മുരളീധരൻ ആദ്യം സത്യവാചകം ചൊല്ലി. അതിനുശേഷം രണ്ടാമതായി ഗോപകുമാറാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയത്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചൊല്ലിയതിനു ശേഷമാണ് രാജീവ് ചന്ദ്രശേഖറിലേക്ക് സത്യപ്രതിജ്ഞ എത്തുന്നത്. അങ്ങനെ 3 പേരും സത്യവാചകം ചൊല്ലി അങ്ങനെ MLA-മാരായി നിയമസഭാ അംഗങ്ങളായി അധികാരമേറ്റിരിക്കുകയാണ്, ചുമതല ഏറ്റിരിക്കുകയാണ്. ഒരു മുഖ്യ പ്രതിപക്ഷമായി സഭയ്ക്കുള്ളിൽ കാണുമെന്നുള്ളതാണ് 3 BJP MLA-മാരും വ്യക്തമാക്കിയിട്ടുള്ളത്. രാജഗോപാലിലൂടെ നിയമത്ത് തുറന്ന അക്കൗണ്ട് പിന്നീട് നമുക്കറിയാം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയതല്ല. പിന്നീട് അവിടെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെയാണ് നടന്നത്. അന്ന് നേമത്തെ BJP-യുടെ സ്ഥാനാർത്ഥിയായിരുന്ന രാജഗോപാൽ അദ്ദേഹം അന്ന് BJP-യുടെ അക്കൗണ്ട് തുറന്നു നിയമസഭയിൽ. അതിനുശേഷം പിന്നീട് 3 പേരുമായിട്ടാണ് NDA ഇപ്പോൾ 2026 നിയമസഭയിലേക്ക് എത്തുന്നത്. ചാത്തന്നൂരിലെ MLA കൂടിയായിട്ടുള്ള BB ഗോപകുമാറാണ് നാളെ നടക്കാൻ പോകുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിൻ്റെ NDA-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അങ്ങനെ ശക്തമായ മത്സരം കാഴ്ചവെച്ച് രാഷ്ട്രീയ കേരളത്തിലൊരു ശക്തമായ തിരിച്ചു വരവ് നിയമസഭയിൽ നടത്തിയിരിക്കുകയാണ് BJP. എന്തായാലും BJP സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നിമിഷമാണ്. പ്രവർത്തകരടക്കം എത്തിയിട്ടുണ്ട് ഈ സാക്ഷ്യം വഹിക്കാനായി. സുരേഷ്, 3.5 മണിക്കൂറോളം നീണ്ടുനിന്ന ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം നാളെയാണ് ഇനി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും കക്ഷി നേതാക്കളുടെ എല്ലാം തന്നെ പേരുവിവരങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിലെ മുതിർന്ന നേതാവ് കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇത്തരത്തിൽ സ്പീക്കർ സ്ഥാനത്തേക്കുള്ള UDF-ന്റെ സ്ഥാനാർത്ഥി. ഒപ്പം തന്നെ CPM-ൽ നിന്നും ഇടതുപക്ഷത്തു നിന്നും AC മൊയ്തീനാണ് അവർ ഉയർത്തിക്കാട്ടുന്നത്. ഒപ്പം തന്നെ BJP-യിൽ നിന്ന് വി മുരളീധരൻ അടക്കമുള്ളവർ സ്പീക്കർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ മത്സരിക്കുന്നുണ്ട്. എന്തായാലും പ്രോട്ടേം സ്പീക്കർക്ക് മുൻപാകെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തവർക്ക് അംഗങ്ങൾക്കായിരിക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി അവകാശമുണ്ടാകുക. എന്തായാലും 16ാം കേരള നിയമസഭ എന്തായാലും പുതുമുഖങ്ങളും പുതു സന്ദേശങ്ങളും ഒപ്പം തന്നെ പുതു മൊമെന്റ്സും എല്ലാം കൊണ്ട് തന്നെ 3.5 മണിക്കൂർ വേറിട്ട് നിന്ന ചടങ്ങായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.